ഹായ് ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും KL39ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സസംഗീറിലെ ഗിർ ദേശീയോദ്യാനത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗിർ നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മോർണിംഗ് സഫാരിയാണ് ആദ്യം പോകുന്നത്. കേരളത്തിൽ നിന്ന് ഗിറിലേക്ക് വരാനായിട്ട് നമുക്ക് ട്രെയിൻ മാർഗ്ഗം യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിളിന് വരാവുന്നതാണ്. നമ്മളൊരു പാക്കേജ് എടുത്തിട്ടാണ് ഈ ഒരു യാത്ര വന്നിരിക്കുന്നത്. നമ്മൾ തേർഡ് ടൈമാണ് ഇവിടെ വരുന്നത്. വണ്ടർല സ്റ്റോറിലെ നിതിൻ ചേട്ടനും ഹാരിസ് കാസിം ബ്ലോഗിലെ ഹാരിസിക്കാണ് ഈ ഒരു പാക്കേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ വരുന്ന ഒക്ടോബറിൽ അവർ പുതിയൊരു പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു യാത്ര പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. വേനൽ മഴ കിട്ടിയുകൊണ്ട് കാട്ടിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു പെൺസിംഹത്തിനെയാണ്. സാധാരണ സിംഹങ്ങൾ കൂട്ടം കൂടിയായിട്ടാണ് നടക്കുന്നത്. എന്തായാലും നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അടുത്ത ഗ്രൂപ്പ് ഒന്ന് ജോയിൻ ചെയ്യുന്നതാണ്. ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള കുളമാണ്. എന്തായാലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റ് സിംഹങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് വേറെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കിട്ടി. അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാട്ടോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് ഗിർ ദേശീയോദ്യാനത്തിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഹങ്ങളെ അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് അടുത്തൊരു ലയണസിന് കിട്ടിയിട്ടുണ്ട്. വേനൽ മഴ കിട്ടി കാട്ടിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പകൽ സമയങ്ങളിൽ നല്ല രീതിയിൽ ചൂടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും ഇതുപോലുള്ള വാട്ടർ ബോഡിയുടെ സൈഡിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. നമ്മുടെ സഫാരി ടൈം മൊത്തം 3 മണിക്കൂറാണെങ്കിലും നമ്മൾ 1 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. വലിയ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്ര പോവുകയാണ്. ഈ ഒരു സഫാരി സെൻറ്ററിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂട്ട് സിസ്റ്റമാണ് ഉള്ളത്. നമ്മൾ പോയ റൂട്ട് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം വേണം അടുത്ത റൂട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ലയണസിൻ്റെ ഒരു സൈറ്റിംഗ് കിട്ടി. നമ്മുടെ വണ്ടിയിലെ ഡ്രൈവറേട്ടൻ പറഞ്ഞത് നമ്മൾ നേരത്തെ 2 ലയണിനെ കണ്ടില്ലേ, അതിൻ്റെ ഗ്രൂപ്പിലൊരു അംഗം തന്നെയാണെന്നാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ ഈ ലയണസിൻ്റെ പുറകെ ഫോളോ ചെയ്യേണ്ടായി. സിംഹങ്ങളുടെയും അതുപോലെ തന്നെ കടുവകളുടെയും ജീവിതശൈലി രണ്ടും 2 സ്റ്റൈലിലാണ്. സിംഹങ്ങൾ പൊതുവെ ഫാമിലിയായിട്ട്, അതായത് ഗ്രൂപ്പായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ കടുവകൾ നേരെ തിരിച്ചാണ്, സിംഗിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് സ്വന്തമായിട്ടൊരു ടെറിട്ടറി ഉണ്ടാക്കിയിട്ട് അതിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവികളാണ്. ഇണചേരുന്ന സമയത്തും കുട്ടികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് കടുവകൾ കൂടുതലും ഗ്രൂപ്പായിട്ട് പോകാറുള്ളത്. അല്ലെങ്കിൽ സിംഗിൾ ലൈഫാണ് കടുവകൾക്ക് ഇഷ്ടം. സിംഹങ്ങൾ കൂടുതലും കൂട്ടമായിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലയണിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും അടുത്ത സൈറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ നോക്കിയിട്ടൊക്കെ വേണം അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ. കാരണം റൂട്ട് സിസ്റ്റം ആയിട്ട് നമുക്ക് തിരിച്ചു വരാനുള്ള പെർമിഷൻ ഇല്ല. അങ്ങനെ നമ്മൾ ലയൺസിൻ്റെ പുറകെ ഏകദേശം 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചു. വീണ്ടും ലയൺസ് നേരെ ഒരു T പോലത്തെ റൂട്ടിലേക്ക് വന്നു. ലയൺസ് ലെഫ്റ്റിലേക്കും പോയി. നമുക്ക് പോകാനുള്ള റൂട്ട് റൈറ്റിലേക്കാണ്, നമ്മൾ റൈറ്റിലേക്ക് പോയി. ഇനിയും സിംഹത്തിൻ്റെ നല്ലൊരു കൂട്ടത്തിന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം നമുക്ക്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ലയണസ് നമ്മുടെ വണ്ടീനെ പിടിയിൽ നിന്ന് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഡ്രൈവറേട്ടൻ പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ട് സൈഡിൽ പോയിട്ട് അതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാം. അങ്ങോട്ട് മൂവ് ചെയ്യാൻ നേരത്ത് ആൾ നേരെ താഴോട്ട് ഇറങ്ങി വരുന്നൊരു വിഷ്വൽസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഈ കേട്ട ഗർജനം അതിൻ്റെ കുട്ടികളെയും അതിൻ്റെ ഗ്രൂപ്പിനെയും വിളിക്കുന്നതാണ്. സിംഹങ്ങൾ പൊതുവെ ഗർജിക്കുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയാണ്. സിംഹത്തിൻ്റെ കൂട്ടത്തിനെ സാധാരണ പ്രൈഡ് എന്നാണ് വിളിക്കുന്നത്. പെൺസിംഹങ്ങളും അതായത് ലയണസ്, സിംഹക്കുട്ടികളും അതായത് കപ്സും, കുറച്ച് പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ് എന്ന് പറയുന്നത്.
ഈ ഒരു ഗ്രൂപ്പിൽ മുതിർന്ന 4 ലയണസുകളും 14 ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികളടങ്ങുന്ന ഒരു കപ്സാണ് ഇതിലുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ മൊത്തം 3 പ്രാവശ്യം ഗിറിൽ സഫാരി ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്ന സഫാരിയും കൂടിയാണിത്. ഏകദേശം 23ഓളം ലയൺസിൻ്റെ ഒരു സൈറ്റിംഗ് ആണ് ഒറ്റ സഫാരിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതലും ഇര പിടിക്കാൻ പോകുന്നത് ലയണസുകളായിരിക്കും. ആൺസിംഹങ്ങൾ ഈ ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നതും അതുപോലെ തന്നെ പെൺസിംഹങ്ങൾ ഇരപിടിക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളെ സംരക്ഷിക്കുകയായിരിക്കും ആൺസിംഹങ്ങൾ കൂടുതലും ചെയ്യുന്നത്. പിടിക്കുന്ന ഇരയുടെ നല്ലൊരു ഭാഗം തന്നെ കഴിക്കുന്നത് ആദ്യം ആൺസിംഹമായിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയക്കുക. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. സമയം പോലെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഈ ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏകദേശം 18 സിംഹങ്ങളടങ്ങുന്നൊരു ഗ്രൂപ്പായിരുന്നു. അവരെല്ലാവരും കൂടി ഒറ്റ ഫ്രെയിമിലേക്ക് വരുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. ഈവനിങ് സമയത്തെ ആ ഗോൾഡൻ ലൈറ്റിൽ ആ ഒരു കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡേ 1 മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡേ 2 വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഡേ 2 മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തണുത്തൊരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മളാണ് ഫസ്റ്റ് ഈ റൂട്ടിൽ നിന്ന് വരുന്നത്. എന്തായാലും നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നിൽക്കെ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത് കീരി മരത്തിൽ കയറുന്ന ഒരു മനോഹരമായ വിഷ്വലാണ്. ഞാൻ ഇതേവരെ കീരി മരത്തിൽ കയറുന്ന കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ കീരിയുടെ വിഷ്വൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ കാണാതെ പോയ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സഫാരിയിലെ ആദ്യത്തെ ഒരു ലയണസ് ആയിരുന്നു. പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആൾ ശരിക്കും റെസ്റ്റ് എടുക്കുമായിരുന്നു. സിംഹങ്ങൾ പൊതുവെ ഇരപിടിക്കുന്ന സമയത്ത് മാത്രമാണ് മൂവ്മെൻറ്റ്സ് നടത്താറുള്ളൂ. അല്ലാത്ത പക്ഷം അതുങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ തണുവുള്ള പ്രദേശങ്ങളിലൊക്കെ റെസ്റ്റ് എടുക്കാറാണ് പതിവ്. എന്തായാലും ഈ ഒരു കാട്ടിൽ സിംഹങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. പക്ഷികളാണെങ്കിലും ചെറു പ്രാണികളാണെങ്കിലും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആനിമൽസൊക്കെ ഉള്ളൊരു കാട് തന്നെയാണ്. നമ്മൾ സിംഹത്തിനെ മാത്രം പ്രതീക്ഷിച്ച് വരരുത്. കാരണം നമുക്ക് ഈ കാണുന്ന എല്ലാം വ്യത്യസ്തമായ പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഈ ഒരു കാട്ടിൽ. ഇതാ നമുക്ക് വീണ്ടും ഒത്തിരി ദൂരെ മാറിയിട്ട് ഒരു ലയൺസിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഒരു ലയൺ ഉണ്ടായുള്ളൂ, പക്ഷേ അത് കൂട്ടമായിട്ട് മൊത്തം 3 എണ്ണം ഉണ്ടായിരുന്നു. അവരെ കുറേ കളികളും അങ്ങനെ അവർ കുറച്ച് മൂവ്മെൻറ്റ്സൊക്കെ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും വിഷ്വൽസും നമ്മുടെ ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് അയയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗിറിലെ കാഴ്ചകളും വിശേഷങ്ങളെല്ലാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.